മാധ്യസ്ഥം വഹിക്കുന്നുവെന്ന് കരഞ്ഞുകൊണ്ടൊരു പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ നാമും ആത്മതപനം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടവരല്ലയോ? കണ്ണുനീരോടുകൂടി നമ്മുടെ പാപത്തെ നമ്മളൊന്ന് കഴുകണ്ടേ? എൻ്റെ തെറ്റുകളെ ഞാനൊന്ന് കഴുകണം, എന്നെ തന്നെ ഞാനൊന്ന് മുറിക്കേണ്ട നിമിഷമാണ് പരിശുദ്ധ കുർബാനയിൽ. ഓരോ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ കൈപൊക്കിയിട്ട് പറയും, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ചോദിച്ചോട്ടെ, 1, 2 3 വികാരിമാരുള്ള ദേവാലയത്തിൽ മാറി മാറി സമാധാനം തന്നിട്ടും ആർക്കെങ്കിലും സമാധാനമുണ്ടോ? എന്താണ് സമാധാനമില്ലാത്തത്? നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പാടും, അന്യോന്യം സ്ലോമോ നൽകിൻ കർത്താവിൻ സ്ലോമോ നമ്മിൽ. ഓരോ സമാധാനവും ചൊല്ലിയിട്ട് അച്ഛനൊരു ഗ്യാരണ്ടി കാർഡ് നമ്മുടെ തന്നിട്ട് പറയാ, അന്യോന്യം നിങ്ങൾ സ്ലോമോ നൽകിൻ. കാരണം എന്താണ്? ഇത് സ്വർഗത്തിൽ നിന്ന് ഞാൻ വാങ്ങി നിങ്ങൾക്ക് നൽകുന്ന സമാധാനമാണ്, പരിശുദ്ധാത്മാവിന്റെ സമാധാനമാണ്. പക്ഷെ ഇത് നിങ്ങളിൽ വസിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിൽ ചുംബിക്കണം. സഹോദരനോട് നിരപ്പല്ലാതെ, ജീവിത പങ്കാളിയോട് നിരപ്പല്ലാതെ, അയൽക്കാരനോട് നിരപ്പല്ലാതെ, ജോലി ചെയ്യുന്നിടത്ത് നിരപ്പല്ലാതെ, ദേവാലയത്തിൽ നിരപ്പല്ലാതെ പരിശുദ്ധ കുർബാനയ്ക്ക് വടിവൊത്ത വസ്ത്രവുമായി കടന്നു വന്നാൽ ദൈവത്തിന്റെ സമാധാനം നമ്മിലേക്ക് കടന്നു വരുന്നില്ല. അനുഗ്രഹത്തിന് പകരം ശാപം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. പ്രിയരെ, അനുഗ്രഹം എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ യേശു തമ്പുരാൻ പറയുക, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനമോ അത് ലോകം നൽകുന്നത് പോലെയല്ല. പരിശുദ്ധ അമ്മയിൽ ഇറങ്ങി വന്ന സമാധാനം തടവറയിൽ ചങ്ങലയിൽ ബന്ധിതരായി കിടക്കുന്ന പൗലോസും ശീലാസും രാത്രിയുടെ യാമങ്ങളിൽ ചങ്ങലകൾ കയ്യിലിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ ചങ്ങലയുടെ കിലുക്കം സ്വർഗത്തിന്റെ വാതിൽ തുറന്നതുപോലെ എൻ്റെ ജീവിതത്തിന്റെ സമാധാനമില്ലാത്ത ചങ്ങലകളെ കയ്യിലെടുത്ത് ഓരോ ഭക്തനും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കേണ്ട നിമിഷമാണ് ആത്മതപനം ചെയ്യേണ്ട ദിവസം, ആത്മതപനം ചെയ്യേണ്ട നിമിഷം. പ്രിയരെ, മൂന്നാമതായി പറയുകയാണ്, അന്ന് തൻ്റെ ജനം യഹോവയ്ക്ക് ദഹനബലി അർപ്പിക്കണം. ആദിമകാലത്ത് രക്താർപ്പിത ബലിയായിരുന്നു. പിന്നീട് കുഞ്ഞാട് തൻ്റെ സ്വന്തം രക്തത്താൽ തന്നെ ബലിയർപ്പിച്ചതിനാൽ അവിടെ രക്താർപ്പിത ബലി നീങ്ങിപ്പോകുകയാണ്. രക്താർപ്പിത ബലി നീങ്ങിപ്പോയില്ലേ? ഇനി നിങ്ങൾ എന്തിനാണ് ഇതിനെ ബലിയർപ്പണമെന്ന് പറയുന്നതെന്ന് പലപ്പോഴും പലരും നമ്മളോട് ചോദിക്കുമ്പോൾ തിരികെ ഒരു മറുപടി മാത്രമേ ഉള്ളൂ. അവസാനമായിട്ട് പെസഹായ്ക്ക് മാളികയുടെ മുകളിലിരുന്നു കൊണ്ട് യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് അപ്പവീഞ്ഞുകളെ കയ്യിലെടുത്തിട്ട് പറയുന്നുണ്ട്, എൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. അതുകൊണ്ടാണ് അനുതാപത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം എന്ന് പറയുന്നത്. വലിയ മേളങ്ങളോ വാദ്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തെ ബഹളമല്ല ഇവിടെ, മറിച്ച് കർത്താവ് തന്നെ മുറിക്കുന്ന വേദനയിലാണ് പറയുന്നത്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഓരോ പരിശുദ്ധ കുർബാനയിലും പുരോഹിതൻ ചൊല്ലും പ്രാർത്ഥനയിൽ പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ കർത്താവിൻ്റെ തിരുശരീരമാക്കട്ടെ എന്ന്, വീണ്ടും പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ കാസായിലെ കലർപ്പിനെ കർത്താവിൻ്റെ രക്തമാക്കട്ടെ എന്നും. പക്ഷെ പലപ്പോഴും നമ്മളാരും ഇതൊന്നും കേൾക്കാറില്ല. എന്തുകൊണ്ടാ? പലപ്പോഴും നമ്മൾ ആ സമയത്ത് സ്ക്വയർ ഫീറ്റ് അളന്നുകൊണ്ടിരിക്കുക. എന്തിനുള്ള സ്ക്വയർ ഫീറ്റ് എന്നറിയോ? ഈ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തുബ്ദേന. നമുക്ക് ഒറ്റൊരു ലക്ഷ്യമുള്ളൂ, നീ ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല, നീ ഇരുന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാനിരിക്കും, ഞാൻ നല്ല ഫാനിൻ്റെ ചുവട്ടിൽ തന്നെ ഇരിക്കും. അതിനുള്ള തന്ത്രപ്പാടില്, ഒരു ഓട്ടത്തിനുള്ള ആവേശത്തിലാണ് ഓരോ തുബ്ദേനു വേണ്ടിയും ഓരോ ഭക്തനും നിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതാക്കി മാറ്റുമ്പോൾ ഓരോ ഭക്തനും അതോടൊപ്പം ഒന്ന് നുറുക്കപ്പെടാൻ തന്നെ പാകപ്പെടുത്തണം. അൻപുടയോനെ പാടുമ്പോൾ കണ്ണിപ്പിൻ്റെ ശുശ്രൂഷയാണെന്ന് പുരോഹിതനെ ഓർമ്മിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുശരീരം പുരോഹിതന്മാരുടെ കൈകളിൽ മുറിക്കപ്പെടുമ്പോൾ, കർത്താവേ, എന്നിലെ ഞാനെന്ന ഭാവത്തെ ഒന്ന് മുറിക്കണമേ. ഞാനും നീയുമായിട്ടുള്ള ദൂരം, എൻ്റെ അഹങ്കാരമാണെങ്കിൽ ഒന്ന് മുറിക്കണമേ, എൻ്റെ കോപമാണെങ്കിൽ ഒന്ന് മുറിക്കണമേ, എന്നെ താഴ്ന്നു കൊടുക്കാൻ പറ്റാത്ത എൻ്റെ സ്വഭാവമാണെങ്കിൽ ഒന്ന് മുറിക്കണമേ. മറ്റുള്ളവൻ്റെ നന്മ കാണുമ്പോൾ സഹിക്കാൻ പറ്റാഴുകയാണ് ഞാനും നീയും തമ്മിലുള്ള ദൂരമെങ്കിൽ ഒന്ന് മുറിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വരുവാൻ തടസ്സമായി നിൽക്കുന്ന സകലത്തെയും മുറിച്ച് എൻ്റെ സൃഷ്ടാവായ തമ്പുരാനെ എന്നിലേക്കൊന്ന് ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവായിട്ട് എന്നിൽ വന്ന് നിറയണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ ഓരോ ഭക്തനും സാധിക്കുമ്പോഴാണ് പരിശുദ്ധ കുർബാനയായി അച്ഛൻ കടന്നു വന്നിട്ട് പറയും, ഇത് നിങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിന്
പാപങ്ങളുടെ മോചനത്തിന് നിത്യജീവനായിട്ട് സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. നമുക്കതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ കുർബാന കൊള്ളുന്ന എപ്പോഴാ? ഒന്നുകിൽ ബർത്ത്ഡേ ആയിരിക്കണം, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആയിരിക്കണം, പിന്നെ അല്ലെങ്കിൽ എന്താ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ ഇവിടെ വെറുതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരൊറ്റ ഓട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട്. കാരണം എന്താ? അച്ഛനും ഫ്രീയാ, ഞാനും ഫ്രീയാ. അങ്ങനെയാണോ കർത്താവിൻ്റെ തിരുശരീരം നാം ഭക്ഷിക്കേണ്ടത്? അയോഗ്യമായിട്ടാണോ ഞാൻ എൻ്റെ തമ്പുരാനെ എന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടത്? ഇതാണ് പ്രിയരെ ഞാനും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള വ്യത്യാസം. കേവലം 9 മാസം ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചപ്പോൾ മറിയാം എന്നൊരു സ്ത്രീ പരിശുദ്ധ ദൈവമാതാവായി മാറി. എന്നാൽ ഓർമ്മ വെച്ച നാള് മുതൽ ഇന്ന് വരെയും ദൈവത്തിൻ്റെ പുത്രനെ അധരത്തിൽ പരിശുദ്ധ കുർബാനയായിട്ട് ഏറ്റുവാങ്ങിയിട്ടും എന്തേ നാം ആരും വിശുദ്ധിയിലേക്ക് ഉയരുന്നില്ല, വിശുദ്ധരായി തീരുന്നില്ല. കുർബാന അനുഭവിക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥനയെന്ന് ശുശ്രൂഷക്കാരൻ ചൊല്ലിത്തരുമ്പോൾ നമ്മളെല്ലാം ആദ്യം വരാനുള്ളത് അത്രപ്പാടില്ല. എന്നാൽ എന്താണ് ശുശ്രൂഷക്കാരൻ ചൊല്ലിത്തരുന്നത്? എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. അവിടുത്തെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുന്നത് മൂലം എന്നിലെ ദുർമോഹങ്ങളില്ലാതെയാകണം. ജീവനുള്ള കാസായിൽ നിന്ന് ഞാൻ പാനം ചെയ്യുമ്പോൾ എന്നിലെ ദുർവികാരങ്ങളില്ലാതെയാകണം. പൗലോസ് ആഗ്രഹിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ തലയോളം വളരണം. പത്രോസ് നടന്നു നീങ്ങിയപ്പോൾ പത്രോസിന്റെ നിഴൽ വീണ രോഗികൾ സൗഖ്യപ്പെട്ടു. കാരണം എന്താണ്? ആ നിഴൽ ക്രിസ്തുവായിരുന്നു, ആ നിഴൽ ക്രിസ്തുവിൻ്റെതായിരുന്നു. ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തത്തെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവായി മാറുവാൻ, ദുർമോഹങ്ങളെയും ദുർവികാരങ്ങളെയും വെടിഞ്ഞ് പരിശുദ്ധാത്മാവുള്ളവരായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട നിമിഷമാണ്. വീണ്ടും പരിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ എല്ലാ ഭക്തന്മാർക്കും ഇഷ്ടമാണ്. ഈ റോഡിൽ നിൽക്കുന്നവർ വരെ ഓടിക്കൂടുന്ന ഒരു സമയമാണ് എന്ത്? പരിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എടുക്കുന്ന സമയം. അങ്ങനെ തിക്കും തിരക്കുമായിട്ട് ഇങ്ങനെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. പ്രിയരെ, പുരോഹിതന്റെ കൈകളിൽ അപ്പവീഞ്ഞങ്ങളും എടുത്തുകൊണ്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ട് വരുമ്പോൾ നാം ഓരോരുത്തരും കാണേണ്ടത് എൻ്റെ പ്രാരാബ്ധങ്ങളല്ല, അത് സകലതും ദൈവത്തിന് അറിയാം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉള്ളതാണ്. ചിന്തിക്കുന്നത് കൊണ്ട് ഒരു മുഴം പോലും കൂട്ടാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ എന്താണ് ആ നിമിഷത്തിൽ ഞാൻ കാണേണ്ടത്? കാൽവരിയുടെ നിറുകയിൽ എൻ്റെ നാഥൻ നഗ്നനായി എനിക്ക് വേണ്ടി തൂങ്ങിക്കിടക്കുന്നത് കാണണം. എൻ്റെ ചിന്തയെ ചൊവ്വാക്കുവാൻ മുൾമുടികൾ അവൻ്റെ ശിരസിലിരിക്കുന്നത് ഞാൻ കാണണം. കണ്ണുനീരോടുകൂടി എൻ്റെ പാപത്തിൻ്റെ കറയ നീക്കുവാൻ അവൻ കൈകളിൽ വാങ്ങിയ ആണികളിൽ കാണണം. എൻ്റെ നടപ്പിൻ്റെ ദോഷം നിമിത്തം അവൻ്റെ കാലുകൾ തളഞ്ഞിറങ്ങിയത് നമ്മൾ കാണണം. എൻ്റെ അവസാന ദ്രവ്യാഗ്രഹത്തെ കളയുവാൻ അവൻ്റെ വിലാപുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ മുറിവുകളെ ഒന്ന് കാണണം. അതിൽ നിന്ന് ഒഴുകി വരുന്ന രക്തത്താൽ ശുദ്ധീകരിക്കണമേ എന്ന് ഓരോ ഭക്തനും പ്രാർത്ഥിക്കേണ്ട നിമിഷം, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട നിമിഷം. പ്രിയപിതാക്കന്മാരെ, കുരിശിൽ തൻ്റെ ഏകജാതൻ കിടന്നു പിടയുമ്പോഴും ലോകത്തോട് കൊടുത്തിരിക്കുന്ന വാക്കുകളെ ആത്മസംയമനത്തോടെ പാലിച്ച ഒരു പിതാവാം ദൈവമുണ്ടായിരുന്നു. ആ പിതാവിൻ്റെ ആത്മസംയമനവും ആ പിതാവിൻ്റെ നല്ല ബോധ്യങ്ങളും ഓരോ പിതാക്കന്മാർക്കും കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കുടുംബജീവിതങ്ങൾ അനുഗ്രഹപ്രദമാകുന്നത്. പ്രിയ അമ്മമാരെ, ആ കുരിശിൻ്റെ ചുവട്ടിൽ ഒരു പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. പുത്രനെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പിടിക്കുന്നവനല്ല, പുത്രന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നവനല്ല, ദൈവഹിതത്തിനു വിധേയപ്പെട്ടുകൊണ്ട് പുത്രനെ കുരിശു മരണത്തിന് ഒരുക്കുന്ന അമ്മ. ഏത് കഷ്ടതയിലും ഞെരുക്കങ്ങളിലും കുടുംബങ്ങളെ അതിജീവിക്കുവാൻ മക്കളെ പഠിപ്പിക്കുന്ന ആ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക പ്രിയ അമ്മമാരെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കിക്കൂടെ? പ്രിയ മക്കളെ, യുവതി യുവാക്കന്മാരെ, കുരിശിൽ കിടക്കുന്ന യേശു എന്ന യുവാവ് വെറും 33 വയസ്സ് മാത്രം പ്രായമുള്ളവനായിരുന്നു. രക്തം തിളയ്ക്കുന്ന പ്രായത്തിലും അപ്പനോടും അമ്മയോടും നിഷേധിയായിട്ടല്ല അവൻ, മറിച്ച് കുരിശിനോളം അനുസരണമായി കിടന്നവനായ ആ പുത്രന്റെ ജീവിത മാതൃക ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും സാധിക്കുമ്പോഴാണ് അനുഗ്രഹം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയരെ, എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ സന്ധിയിൽ ജീവനും മരണവും നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. ജീവനും മരണവും നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുമ്പോൾ നാവിനെ നിയന്ത്രിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് തലമുറകളുടെ മുൻപിൽ മാതൃകയായി ജീവിക്കുവാൻ, ജീവനെ തന്നെ തിരഞ്ഞെടുക്കുവാൻ, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും ദോഷം കൂടാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ നമ്മുടെ അധരത്തെയും കാക്കുവാൻ നമുക്ക് സാധിക്കണം.
രണ്ടാമതായിട്ട് അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. അനുഗ്രഹം അനുഭവിപ്പാൻ പ്രവൃത്തിയിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും നമുക്ക് സാധിക്കട്ടെ. പകരത്തിന് പകരം ചെയ്യുന്നവരല്ല. അനുഗ്രഹിക്കപ്പെടുന്ന പ്രവൃത്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ ഉണ്ടാകട്ടെ. ഇല്ലാത്തവനെ തേടിപ്പിടിച്ച് ദാനം കൊടുക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ മുന്നിൽ മാതൃകയാകട്ടെ. പിടിരികൾ മാറ്റിവെച്ച് ഇല്ലാത്തവന് കൊണ്ടുകൊടുക്കുന്ന മാതാപിതാക്കളുടെ പൈതൃകത്തെ തലമുറയിലേക്ക് കൈമാറുവാൻ പ്രവർത്തനങ്ങളിൽ കൂടി സാധിച്ച അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രാർത്ഥനയിലൂടെ നാം അനുഗ്രഹിക്കപ്പെടണം. വ്യക്തി പ്രാർത്ഥനകളിൽ ഒന്ന് ശക്തിപ്പെടുക. ഭക്തിയുടെ വേഷമല്ല, ശക്തിയുള്ള സാക്ഷ്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ. കുടുംബ പ്രാർത്ഥനകളിൽ ഞാൻ പരദേശിയായി പാർക്കുന്ന ഈ വീട്ടിൽ എൻ്റെ ദൈവത്തിൻ്റെ ചട്ടങ്ങളാണ് നമുക്ക് കീർത്തനങ്ങളെന്ന് മക്കളുടെ മുൻപിൽ സാക്ഷ്യമുള്ള മാതാപിതാക്കളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. 3 ആരാധനയിൽ അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശംവദരായി സ്വാത്വത്തെ സ്വയമേ